സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സജ്ജനങ്ങളെ നമസ്കാരം. ശ്രീകൃഷ്ണ ഭക്തരായ ഏവർക്കും ഭാഗവത ജ്ഞാനയജ്ഞത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥത്തെയും കിളിപ്പാട്ടിനെയും താരതമ്യം ചെയ്യുന്ന ഒരു ഉദ്യമമാണിത്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലാണ് നാം ഇത് ആരംഭിച്ചിരിക്കുന്നത്. ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം ഭഗവാൻ മനുഷ്യനായി കൃഷ്ണനായി അവതരിക്കുവാനുള്ള ഉണ്ടായ സന്ദർഭമാണ് വിവരിക്കുന്നത്. ഈ അധ്യായത്തിൽ 69 ശ്ലോകങ്ങളുണ്ട്. ഇതിലെ 21 ശ്ലോകങ്ങൾ വരെ നാം കേട്ട് മനസ്സിലാക്കി അതിനെ തത്തുല്യമായി ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നും താരതമ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഇനി 22, 23, 24, 25 എന്നീ ശ്ലോകങ്ങളെ മനസ്സിലാക്കുകയും അതിനെ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. 22-ാമത് ശ്ലോകം. പുരൈവ പുംസാവധൃതോ ധരാബ്ജുരോ ഭവദ്ഭിരംശൈര്യദൂപജന്യതാം. പുരൈവ പുംസാ അവധൃതോ ധരാജ്വരോ ഭവദ്ഭിരംശൈര്യദുഷൂപജന്യതാം. സയാവദുർവ്യാഹരം ഈശ്വരേശ്വരഃ സ്വകാലശക്ത്യാ ക്ഷഭയം ചരേദ്ഭുവി. പുരൈവ പുംസാ അവധൃതോ ധരാജ്വരോ ഭവദ്ഭിരംശൈര്യദൂഷൂപജന്യതാം. സയാവത് കുർവ്യാ ഹരം ഈശ്വരേശ്വരഃ സ്വകാലശക്ത്യാ ക്ഷഭയൻ ചരേ ഭുവി. ധരാജ്വരഃ ഭൂമിയുടെ സന്താപം, പുംസ സർവാന്തര്യാമിയായ ഭഗവാനാൽ, പുരാ ഏവ മുൻപു തന്നെ, അവധൃതഃ അറിയപ്പെട്ടിരിക്കുന്നു. ഈശ്വരേശ്വരഃ ഈശ്വരന്മാർക്കും ഈശ്വരനായ, സ ഭഗവാൻ ആ ശ്രീ ഭഗവാൻ, സ്വകാലശക്തിയ തന്റെ കാലസ്വരൂപമായ ശക്തിയാൽ, ഉർവ്യാഭരം ഭൂമിയുടെ ഭാരം, ക്ഷപയൻ ഒതുക്കിക്കൊണ്ട്, ഭൂമി യാവത് ചരേത് ഭൂമിയിൽ സഞ്ചരിക്കുന്ന കാലത്തോളം, ഭവദ്ഭിഹി നിങ്ങളാൽ, അംശൈഹി സ്വന്തം അംശങ്ങളെ കൊണ്ട്, യദുഷു ഉപജന്യതാം യാദവന്മാരുടെ ഇടയിൽ, യദുഷു യാദവന്മാരുടെ ഇടയിൽ, ഉപജന്യതാം ജനിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇതാണ് 22-ാമത് ശ്ലോകം. പുരൈവ പുംസാ അവധൃതോ ധരാജ്വരോ ഭവദ്ഭിരംശൈർ യദൂഷൂപജന്യതാം. സ യാവത് ഉർവ്യാഭരം ഈശ്വരേശ്വരഃ സ്വകാലശക്ത്യാ ക്ഷഭയൻ ചരേത് ഭുവി. ധരാജ്വരഃ ഭൂമിയുടെ സന്താപം, പുംസാ സർവാന്തര്യാമയായ ഭഗവാനാൽ, പുരാ ഏവ അവധൃതഃ മുൻപ് തന്നെ അറിയപ്പെട്ടിരിക്കുന്നു. ഈശ്വരേശ്വരഃ ഈശ്വരന്മാർക്കും ഈശ്വരനായ, സ ഭഗവാൻ ആ ശ്രീ ഭഗവാൻ, സ്വകാലശക്തിയാ തന്റെ കാലസ്വരൂപമായ ശക്തിയാൽ, ഉർവ്യാഭരം ഭൂമിയുടെ ഭാരം, ക്ഷപയൻ ഒതുക്കിക്കൊണ്ട്, ഭുവി യാവത് ചരേത് ഭുവി ഭൂമിയിൽ യാവത് ചരേത് സഞ്ചരിക്കുന്ന കാലത്തോളം, ഭവദ്ഭിഹി നിങ്ങളാൽ, അംശൈഹി സ്വന്തം അംശങ്ങളെ കൊണ്ട്, യദുഷു ഉപജന്യതാം യാദവന്മാരുടെ ഇടയിൽ ജനിക്കണം. പാൽക്കടൽ തീരത്ത് ബ്രഹ്മദേവൻ ഭഗവാനെ ധ്യാനിച്ച് പുരുഷസൂക്തം എന്ന മന്ത്രം കൊണ്ട് ജപിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ അശരീരി ഉണ്ടാകുന്നു. ആ അശരീരി എന്താണ് ഭഗവാൻ ആജ്ഞാപിച്ചിരിക്കുന്നത് എന്ന് തന്നോടൊപ്പമുള്ള ദേവന്മാരോട് ഭഗവാൻ ബ്രഹ്മദേവൻ പറയുകയാണ്. ഭൂമിയുടെ
ഭാരത്തെക്കുറിച്ചും സങ്കടത്തെക്കുറിച്ചും ഭഗവാൻ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ ഈശ്വരന്മാർക്കും ഈശ്വരനായ ഭഗവാൻ തന്റെ ശക്തിയാൽ ഭൂമിയുടെ ഭാരം ഒതുക്കിക്കൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കും, ഭൂമിയിൽ അവതരിക്കും. അപ്പോൾ ദേവന്മാരെ, നിങ്ങൾ നിങ്ങളുടെ അംശകലകളെ കൊണ്ട് യാദവന്മാരുടെ ഇടയിൽ ജനിക്കപ്പെടേണ്ടിയിരിക്കുന്നു. 23-ാമത് ശ്ലോകം. വസുദേവഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷഃ പരഃ ജനിഷ്യതേ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രിയഃ. വസുദേവഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷഃ പരഃ ജനിഷ്യതേ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രിയഃ. പരഹ പുരുഷഃ, പരമപുരുഷനായ ഭഗവാൻ, ശ്രീ ഭഗവാൻ, വിഷ്ണു ഭഗവാൻ, വസുദേവഗൃഹേ, വസുദേവരുടെ ഭവനത്തിൽ സാക്ഷാത് പ്രത്യക്ഷമായി ജനിഷ്യതേ അവതരിക്കും. തത്പ്രിയാർത്ഥം അവിടുത്തെ പ്രീതിക്കായി സുരസ്ത്രീയഃ ദേവസ്ത്രീകൾ സംഭവന്തു ജനിച്ചുകൊള്ളട്ടെ. വസുദേവഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷഃ പരഃ ജനിഷ്യതേ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയഃ. പരഃ പുരുഷഃ, പരമപുരുഷനായ ഭഗവാൻ, ശ്രീ ഭഗവാൻ, വസുദേവഗൃഹേ വസുദേവരുടെ ഭവനത്തിൽ സാക്ഷാത് പ്രത്യക്ഷമായി ജനിഷ്യതേ അവതരിക്കും. തത്പ്രിയാർത്ഥം അവിടുത്തെ പ്രീതിക്കായി സുരസ്ത്രീയഃ ദേവസ്ത്രീകൾ സംഭവന്തു ജനിക്കട്ടെ. ഭഗവാൻ വസുദേവരുടെ ഭവനത്തിൽ അവതരിക്കും, വസുദേവരുടെ പുത്രനായി അവതരിക്കും. അപ്പോൾ ദേവസ്ത്രീകളായ നിങ്ങളൊക്കെ അദ്ദേഹത്തെ സഹായിക്കുവാനായി അവിടെ ജനിക്കണം. ഇതാണ് 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 24-ാമത് ശ്ലോകം. വാസുദേവകല അനന്തഃ സഹസ്രവദനഃ സ്വരാട് അഗ്രതോ ഭവിതാ ദേവോ ഹരേ പ്രിയ ചികീർഷയാ. വാസുദേവകല അനന്തഃ സഹസ്രവദനഃ സ്വരാട് അഗ്രതോ ഭവിതാ ദേവോ ഹരേ പ്രിയ ചികീർഷയാ. സ്വരാട് ദേവഃ സ്വയം പ്രകാശനായി ശോഭിക്കുന്നവനും, വാസുദേവകല ഭഗവാൻ വാസുദേവന്റെ അംശകലയായി തന്നെ ഉള്ളവനും, സഹസ്രവദനഃ 1000 മുഖങ്ങളോട് കൂടിയവനുമായ അനന്തഃ ആദിശേഷൻ, ഹരേ പ്രിയ ചികീർഷയ, ഹരേ ഭഗവാൻ ശ്രീഹരിക്ക്, ശ്രീ മഹാവിഷ്ണുവിന് പ്രിയ ചികീർഷയ പ്രിയം ചെയ്യുവാനുള്ള ആഗ്രഹത്താൽ അഗ്രതഃ ഭവിത മുമ്പിൽ അവതരിക്കും. ഭഗവാൻ അവതരിക്കുന്നതിന് മുൻപിൽ അനന്തൻ, ഭഗവാന് തന്നെ സ്വന്തം അംശകലയായിട്ടുള്ള ആദിശേഷൻ അനന്തൻ ഭഗവാൻ ശ്രീഹരിക്ക് പ്രിയം ചെയ്യുവാനുള്ള ആഗ്രഹത്താൽ അദ്ദേഹത്തിന് മുമ്പായി തന്നെ അവതരിക്കും. ഇതാണ് 24-ാമത് ശ്ലോകം. 25-ാമത് ശ്ലോകം. വിഷ്ണോർമായ ഭഗവതി യയാ സമ്മോഹിതം ജഗത് ആദിഷ്ട പ്രഭുണ അംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി. വിഷ്ണോർമായ ഭഗവതി യയാ സമ്മോഹിതം ജഗത് ആദിഷ്ട പ്രഭുണ അംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി. യയാ യാതൊരുവളാൽ ജഗത് സമ്മോഹിതം, ജഗത്ത് ഈ ലോകം സമ്മോഹിതം മോഹിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ സാ ഭഗവതി ആ ഭഗവതിയായ വിഷ്ണോർമായ വിഷ്ണുമായ പ്രഭുണ ഭഗവാനാൽ ആദിഷ്ട നിയോഗിക്കപ്പെട്ടവളായി കാര്യാർത്ഥേ കാര്യസാധ്യത്തിനായി അംശേന അംശകലയോടുകൂടി തന്നെ സംഭവിഷ്യതി അവതരിക്കും. വിഷ്ണോർമായ ഭഗവതി യയാ സമ്മോഹിതം ജഗത് ആദിഷ്ട പ്രഭുണ അംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി. യയാ യാതൊരുവളാൽ, അതായത് വിഷ്ണുമായ ദേവിയാൽ ജഗത് ലോകം സമ്മോഹിതം മോഹിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ, ലോകത്തെ മൊത്തം മോഹിപ്പിക്കുന്ന വിഷ്ണുമായയായ ആ യാതൊരു ഭഗവതിയാൽ സാ ഭഗവതി ആ ഭഗവതിയായ വിഷ്ണോർമായ വിഷ്ണുമായ പ്രഗുണ ആദിഷ്ട ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടവളായി കാര്യാർത്ഥേ കാര്യസാധ്യത്തിനായി ഭൂമിയുടെ ഭാരം ലഘൂകരിക്കുന്നതിനായി അംശേന സംഭവിഷ്യതി അംശകലയോടുകൂടി തന്നെ അവതരിക്കും. 22, 23, 24, 25 ശ്ലോകങ്ങളാണ് ഇത്.
ഈ ഭാഗത്തിനെ, ഈ ഇത്രയും ശ്ലോകങ്ങളെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് വർണ്ണിച്ചിരിക്കുന്നു നോക്കാം. വിശ്വൈകനാഥൻ പരമാനന്ദനഭോക്ഷജൻ അച്യുതൻ ആത്മാരാമൻ അഖില സമാധാരൻ ചിൽപുമാൻ പ്രകൃതി ഭിന്നാത്മകൻ ഗുണാധാരൻ ഉൽപ്പലേക്ഷണൻ കരുണാലയൻ നാരായണൻ പൃഥ്വിഭാരത്തെ തീർത്തുരക്ഷിപ്പാൻ മധുരയിൽ ഉത്തമനായ വസുദേവ മന്ദിരത്തിങ്കൽ വിഷ്ണുഭക്തിയെ പൂണ്ട ദേവകി ഗർഭസ്ഥനായി കൃഷ്ണനായി മർത്യനായി അവതരിച്ചിടും. ബ്രഹ്മദേവൻ തന്റെ മുമ്പിലുള്ള ദേവന്മാരോടായി പറയുകയാണ്, ഭഗവാൻ ശ്രീ മഹാവിഷ്ണു അശരീരിയായി വന്ന് ശരീരമില്ലാതെ ശബ്ദം മാത്രമായി വന്നത് എനിക്ക് വെളിപ്പെട്ടിട്ട് തന്നോട് പറഞ്ഞത്, തന്നോട് ആജ്ഞാപിച്ചത് മറ്റുള്ള ദേവന്മാരോടുകൂടി പറയുകയാണ്. ഭഗവാൻ നേരത്തെ തന്നെ ഭൂമിദേവിയുടെ ഈ വ്യഥകളെയും പ്രശ്നങ്ങളെയും എല്ലാം അറിഞ്ഞിരുന്നു. ഭൂമിയിൽ ദുഷ്ടന്മാരായ രാജാക്കന്മാർ നിറഞ്ഞിരിക്കുന്നെന്ന് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഭൂമിയിൽ വസുദേവന്റെയും ദേവകിയുടെയും പുത്രനായി അവതരിക്കും എന്ന് പറയുകയാണ്. വിശ്വകാരിണി വിഷ്ണുവായും വ്രജത്തിങ്കൽ അച്യുതഭക്തയായ നന്ദനന്ദിനിങ്കൽ തക്ഷണേ കുമാരിയായി ഉത്ഭവിക്കും. വിഷ്ണോർമായ ഭഗവതീയയാ സമ്മോഹിതം ജഗത് ആദിഷ്ട പ്രഭുണാം ശയന കാര്യാർത്ഥേ സംഭവിഷ്യതി. യാതൊരുവളാൽ ലോകം മോഹിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ ആ ഭഗവതിയായ വിഷ്ണുമായ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടവളായി ദേവകാര്യാർത്ഥമായി മനുഷ്യകാര്യാർത്ഥമായി അംശകലയോടുകൂടി തന്നെ അവതരിക്കും. അക്ഷികർണൗഘാധിപനഗ്രജനായും വരും. അക്ഷികർണൗഘാധിപൻ അഗ്രജനായും വരും. അഗ്രതോ ഭവിത ദേവോ ഹരേ പ്രിയ ചികിത്സയാ വാസുദേവ കല അനന്ത സഹസ്രവദന സ്വരാട് അഗ്രതോ ഭവിത ദേവോ ഹരേ പ്രിയ ചികിത്സയാ. സ്വയം പ്രകാശനായി ശോഭിക്കുന്നവനും ഭഗവാന്റെ കലയായി തന്നെയുള്ളവനും 1000 മുഖങ്ങളോട് കൂടിയവനുമായ ആദിശേഷൻ ശ്രീഹരിക്ക് പ്രിയം ചെയ്യുവാനുള്ള ആഗ്രഹത്താൽ അഗ്രത ഭവത ഭവിത മുമ്പിൽ തന്നെ അവതരിക്കും. ഭദ്രനാമരവിന്ദ നേത്രാനുചരന്മാരായി വർദ്ധിപ്പാൻ അമർത്യന്മാർ മിക്കതും മടിയാതെ പൃഥ്വിപാലകരായും പൃഥ്വിദേവകളായും പൃഥ്വിയിൽ വൃഷ്ണ്യാന്ധക ഭോജ യാദവ ഗോപസർത്തമന്മാരായും ചെന്നോക്കവേ ജനിക്കേണോ ഉത്തമ ശ്ലോക സഹാർദ്ദമായി ഉരുഭക്ത്യ പത്മിനി സമാന ശീലാംഗ ഭംഗികൾ കലർന്ന് ഉൽപ്പലേക്ഷണമാരം അപ്സര സ്ത്രീകളെല്ലാം പത്മനാഭനെ പരിചരിച്ചു കൊള്ളുവാനായിക്കൊണ്ട് ഉൾപ്രബോധേന ഗോപസ്ത്രീകളായി പിറക്കണം. ഉൾപ്രമോദേന ഗോപസ്ത്രീകളായി പിറക്കണം. വസുദേവഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷഃ പരഃ ജനിഷ്യതേ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയഃ. പരമപുരുഷനായ ശ്രീ വിഷ്ണു ഭഗവാൻ വസുദേവരുടെ ഭവനത്തിൽ പ്രത്യക്ഷമായി അവതരിക്കും. തത്പ്രിയാർത്ഥം സുരസ്ത്രീയഃ സംഭവന്തു. അവിടുത്തെ പ്രീതിക്കായി ദേവസ്ത്രീകൾ ജനിച്ചുകൊള്ളട്ടെ. ഭദ്രനാമ അരവിന്ദ നേത്രാനുചരന്മാരായി വർത്തിപ്പാൻ അമർത്യന്മാർ മിക്കതും മടിയാതെ പൃഥ്വിപാലകരായും പൃഥ്വിദേവകളായും പൃഥ്വിയിൽ വൃഷ്ണി അന്ധക ഭോജ യാദവ ഗോപസത്തമന്മാരായും ചെന്നൊക്കവേ ജനിക്കണം. ഉത്തമ ശ്ലോക സഹായാർത്ഥമായി ഒരു ഭക്ത്യ പത്മിനി സമാന ശീല അംഗഭംഗികൾ കലർന്ന് ഉൽപ്പലേഷണമാരാം അപ്സര സ്ത്രീകളെല്ലാം പത്മനാഭനെ പരിചരിച്ചു കൊള്ളുവാനായിക്കൊണ്ട് ഉൾപ്രമോദേന ഗോപസ്ത്രീകളായി പിറക്കണം. ഇതമെല്ലാം യോഗം വന്നു കൂടിയിടും പൊഴുത് അത്തൽ തീർന്ന് അത്യാനന്ദം സിദ്ധിക്കും നമുക്കെല്ലാം.
നഷ്ടഭൂതങ്ങൾ ഭഗവത് തേജോ മഹിമയ നഷ്ടമായി അതിഭാരം തീർന്നിടുവനിക്കൂ. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിയുമ്പോൾ, ഇങ്ങനെ ഇതെല്ലാം യോഗം വന്നു കൂടിയിടുമ്പോൾ അത്തൽ തീർന്ന് അത്യാനന്ദം സിദ്ധിക്കും നമുക്ക്. നഷ്ടഭൂതങ്ങൾ ഭഗവത് തേജോ മഹിമയാ നഷ്ടമായി അതിഭാരം തീർന്നിടും അവനിക്കും ഭൂമിക്കും ഭാരം തീർന്നിടും. ഇപ്രകാരമെല്ലാം ചെയ്യുവാൻ ബ്രഹ്മദേവനോട് ഭഗവാൻ വിഷ്ണു ആജ്ഞാപിച്ചത്. അപ്രകാരം തന്നെ ബ്രഹ്മദേവൻ ദേവന്മാരോട് പറയുകയാണ്. 2 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളാണ് നാം കേട്ട് മനസ്സിലാക്കി. അതിനെ എങ്ങനെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശേഷം പാഠം